അതാ അപ്പൊ ഓരോ എഴുന്നള്ളത്തുകളായിട്ട് ഇങ്ങനെ എഴുന്നള്ളത്തുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ വലിയ കൊട്ടൊക്കെ ആയി ചെണ്ടമേളൊക്കെ ആയിട്ട് രഥങ്ങള് ഉരുണ്ട് തുടങ്ങിയിരിക്കുന്നു. നിഖിൽ, നമുക്ക് മേളം കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ ഓരോ ക്ഷേത്രങ്ങൾ, അതായത് ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഉത്സവനാഥനായിട്ടുള്ള വിശാലാക്ഷി സമേത വിശ്വനാഥന്റെ അരികിലെത്തി അനുവാദം വാങ്ങിയ ശേഷം അതിനുശേഷം മാത്രമേ രഥമുരുട്ടി ഈ പ്രധാന തേരുമുട്ടിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അതൊരു ആചാരം കൂടിയാണ്. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങൾ, അതായത് ഈ രഥോത്സവത്തിന് മുന്നോടിയായിട്ടുള്ള വിശാലാക്ഷി സമേത വിശ്വനാഥന്റെ അരികിലെത്തി അനുവാദം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കൽപ്പാത്തി പൂർണ്ണമായി ജനനിബിഡമായി കഴിഞ്ഞു. അല്പസമയം കൂടി കഴിയുമ്പോൾ ഇവിടുത്തെ തിരക്ക് അത് ഇരട്ടിയിലും അധികമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അല്പസമയത്തിനകം ഇവിടേക്കുള്ള ഉപ റോഡുകളെല്ലാം തന്നെ അടയ്ക്കുമെന്ന് പോലീസ് ഇതിനോടൊപ്പം തന്നെ അറിയിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ഇപ്പോൾ കടുത്ത നിയന്ത്രണം ഈ മേഖലയിലെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷെ അല്പസമയം കൂടി കഴിയുമ്പോൾ അത് അല്പം കൂടി കടുപ്പിക്കേണ്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ആ തരത്തിലുള്ള ഒരു തിരക്കായിരിക്കും അനുഭവപ്പെടുക. ഇന്നലെ ഒക്കെ നമ്മൾ കണ്ടത് അതിന്റെ ഒരു പരിച്ഛേദമായിരുന്നു. ഇന്നലെ വൈകുന്നേരമൊക്കെ വലിയ തിരക്കായിരുന്നു. ഇന്നിപ്പോൾ സ്വാഭാവികമായിട്ടും ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കുറച്ചുകൂടെ വന്നു ചേരാൻ ഒരു സൗകര്യമുണ്ട്. എനിക്ക് തോന്നുന്നു സാധാരണഗതിയിൽ കൽപ്പാത്തിക്ക് രാവിലെ വലിയ തിരക്കില്ലെങ്കിലും വൈകിട്ടോട് കൂടിയാണ് ആ തിരക്കുണ്ടായത്. പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു വലിയ തിരക്ക്. രാവിലെ മുതൽ തന്നെ നമുക്ക് ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലൊക്കെ വലിയൊരു ക്യൂ ആയിരുന്നു ഈ കയറി തൊഴാൻ വേണ്ടി ഒക്കെ. അങ്ങനെയുള്ള ഒരു ഞായറാഴ്ചയുടെ ഒരു പ്രത്യേകത കൂടി തീർച്ചയായിട്ടും. ഞാൻ ഇതുവരെ ഇപ്പോൾ ഒരു 3 രഥോത്സവങ്ങൾ അടുപ്പിച്ച് റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ഒരിക്കൽ പോലും ഈ വിശ്വാസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇത്ര വലിയ തിരക്ക് നമ്മൾ കണ്ടിട്ടില്ല. അതായത് അവിടെ കയറി ദർശനം നടത്താൻ വേണ്ടി എത്ര കിലോമീറ്ററോളം ആളുകൾ ക്യൂ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതൊരു പുതിയ കാഴ്ചയാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ പല മേഖലകളിൽ നിന്ന് പല നാടുകളിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പോസിറ്റീവായ കാര്യമാണ്. ഒരു അച്ഛനും അമ്മയുണ്ട്, നമുക്ക് അവരോട് സംസാരിക്കാം. എവിടെന്നാ വരുന്നത്? പാലക്കാട്. ഇവിടെ തന്നെയാണ്. പാലക്കാട് പറളി. എപ്പത്തി? ഞങ്ങൾ 3 മണിയാകുമ്പോൾ തൊഴുതോ? ശരി. എല്ലാ വർഷവും വരാറുണ്ടോ? 2 പ്രാവശ്യമായി വരുന്നു. 2 പ്രാവശ്യമായി. ഇപ്പൊ നേരത്തെ വന്നപ്പോ എന്തായാലും ഇപ്രാവശ്യം വരണം തോന്നി. അതാണ് ഇങ്ങനെയുള്ള ഇവരുടെയൊക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒരു തവണ വന്നു കഴിഞ്ഞാൽ അവരെ വീണ്ടും വീണ്ടും ഇവിടേക്ക് അടുപ്പിക്കുന്ന എന്തോ ഒരു ഘടകമുണ്ട്, ഒരു പോസിറ്റീവ് ഫാക്ടർ ഉണ്ട്. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ നമ്മള് രാവിലെ നല്ലൊരു പാട്ടൊക്കെ ഇന്നത്തെ പാട്ട് വഴി നമ്മൾ ഇവിടുന്നായിരുന്നു. ഇന്നത്തെ പാട്ട് വഴി ഇവിടുന്നായിരുന്നു നമ്മൾ രാവിലെ. ഈവനിങ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടായാലും തീർച്ചയായിട്ടും. നമുക്ക് കൽപ്പാത്തിയുടെ പശ്ചാത്തലത്തില് കുറച്ച് പാട്ടുകൾ ഉണ്ടല്ലോ. നമ്മള് ഇപ്പൊ സമീപകാലത്ത് ഇറങ്ങിയ ബൾട്ടിയിൽ പോലും ഒരു കൽപ്പാത്തി റെഫറൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ ഇതിന് മുൻപ് തന്നെ ഇറങ്ങിയിട്ടുള്ള ഒരു കൽപ്പാത്തിയുടെ ഒരു പശ്ചാത്തലത്തിലുള്ള പാട്ടിന്റെ 2 വരി പാടാം. ചിന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണീനു കണ്ണാമൻ കൺമണി. ചിന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണീനു കണ്ണാമൻ കൺമണി. കണ്ണൂഞ്ചലാടും മങ്കൈമണി നീ മാർഗഴിത്തിങ്കളിൻ മധുമലർമണിത്തട്ടിലിൽ പൊന്മാനോ പാൽക്കടലോ. ഇതിന്റെ അനുപല്ലവിയിലാണ് കൽപ്പാത്തിയുടെ ഭാഗം വരുന്നത്. അന്നഗ്രഹാര രാത്രിയിൽ തേരുവന്നപ്പോൾ എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ മധുബാലകൃഷ്ണൻ പാടിയ ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടാണ്. നമുക്ക് ഈ കുടുംബത്തിന്റെ അടുത്ത് സംസാരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.